രണ്ടുപേരും ട്രെയിനിങ്ങിൽ ഫസ്റ്റായി പാസ്സാവണം. ഹാർഡ് വർക്ക് ചെയ്താൽ പെട്ടെന്ന് ഉയർന്നു പോകാവുന്ന നല്ല പോസ്റ്റാണ്. അവിടുത്തെ MD എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. കുറുപ്പ് മാഷുടെ മക്കളെന്നുള്ള അന്തസ് നിങ്ങൾ പാലിക്കണം. പാലിക്കില്ലേ? എന്റെ വശത്ത് നിന്നും അന്തസ്സില്ലാത്ത ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. എന്റെ വശത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി സമയം കളയണ്ട. മാധവൻകുട്ടി, ഇതെവിടെ പോകുന്നു? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ എന്തിനെങ്കിലും അവന്റെ മുമ്പിൽ തോറ്റു എന്നറിഞ്ഞ വെട്ടി നുറുക്കിക്കളഞ്ഞ. അയ്യേ, ഏതെങ്കിലും കാര്യത്തില് നീ അവനേക്കാളും പുറകിലാന്നറിഞ്ഞാ പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. എന്തിനാണ് ഇങ്ങനെ വാശി പിടിപ്പിക്കണേ? തലയിരിക്കുമ്പോ വാലാടണ്ട. ആ, ഇതെന്താ രണ്ട് കാറ്? എന്റെ മോൻ അവിടെ ചെന്ന് ഇറങ്ങുന്നതൊക്കെ അന്തസ്സിൽ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പോയി കയറടാ. നിനക്ക് അവന്റെ കാറിൽ പോയാ പോരെ? വേണ്ട, എന്റെ മോൻ എങ്ങനെ ആരുടെ അവതാരത്തിൽ പോണത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെല്ല്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവന്മാരെങ്ങാണോ ഓവർടേക്ക് ചെയ്ത് കേറിയാൽ താൻ എന്റെ കൈ മേടിക്കും. സാർ എന്ത് വർത്താനമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി വിട്. ഒരു കാരണവശാലും ഈ കാർ ആ കാറിന് പുറകിലാവാൻ പാടില്ല. അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട. എന്നാ വിട്ടോ. എന്തൊരു സ്പീഡിലാ നമ്മുടെ മോൻ പോണേ ഇല്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. MP കൃഷ്ണൻകുട്ടി, NB മാധവൻകുട്ടി, NB കൃഷ്ണൻകുട്ടി, NB മാധവൻകുട്ടി വന്നിട്ടില്ലേ? നീ ചെളി തെറിപ്പിക്കുവല്ലടാ. ഇങ്ങോട്ടല്ല. എന്റെ വണ്ടി നീ ഓവർടേക്ക് അല്ലടാ. അടിയും കൊണ്ട് നോക്കിക്കാ. പോയി അടിയാ. ഞാനും ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകൻ തന്നെയാണ്. ഞാൻ മുന്നേറ്റ മാധവൻകുട്ടി ആണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. ഞാൻ മുന്നേറ്റ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ പകരം ചോദിക്കും. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. നോൺസെൻസ്. ഇതെന്താ കാലത്തെന്താണോ? സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം. സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം. സാർ മനസ്സിലായി. അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങളെ പോലുള്ളവരെ ഇവിടെ വെച്ചു ഓർപ്പിക്കാൻ പറ്റില്ല. സാർ, Get out. Both of you get out. എന്റെ മണിയുണ്ട ഒന്ന് പതുക്കെ പോ. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മച്ചി.
ഞാൻ കണ്ണു കെട്ടി വണ്ടി ഓടിച്ചാലും പുഷ്പം പോലെ പോയിന്റിലെത്തും. നീ ഇങ്ങോട്ട് നോക്കാതെ. അമ്മച്ചി പേടിക്കാതിരിക്ക്. എന്റെ വണ്ടിയുടെ ഹോൺ കേട്ട ഏത് റൂട്ടും താനേ ക്ലിയർ ആയിക്കോളും. മണിയണ്ട, ഒന്ന് പതുക്കെ പോ മണിയണ്ട. അയ്യോ, എന്റെ ഈശ്വര, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ഒന്ന് പതുക്കെ പോവാൻ. അങ്ങേര് റോങ് സൈഡ് ആയിരുന്നു. നീയൊന്നും ചെല്ലിനടുത്ത് ഗതി പിടിക്കില്ലടാ. ഈ പാവം പോയിക്കോട്ടെ. എത്ര പാവല്ലടാ, അഹങ്കാരിനെ എഴുതി വെക്കടാ. ഇനി ഈ ഓട്ടോറിക്ഷക്കാർക്ക് ആളെ കൊല്ലാൻ ഗവൺമെന്റ് വല്ല ഓർഡറും കൊടുത്തിട്ടുണ്ടാവോ? ഓ, ഈ കടയിൽ ചോദിച്ചു നോക്കാൻ പറ്റി. ജ്യേഷ്ഠ, ഈ കുറുപ്പ് മാസ്റ്റർ വീട് എവിടെയാ? ഒറിജിനൽ വീടാണോ അതോ? വീടും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടോ? ആ അതെ, മാഷിന് രണ്ടു ഭാര്യമാരാ. ഒന്ന് കുഞ്ഞലക്ഷ്മി ടീച്ചർ, പിന്നെ സരസ്വതി അമ്മ. ആർക്കാ മാഷിന്റെ അടുത്ത് കൂടുതൽ സ്വാധീനം? അത് രണ്ടുപേർക്കും ഒരുപോലെയാ. ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള വീടേതാ? ഈ വളവ തിരിഞ്ഞ് രണ്ടാമത് കാണുന്ന വീടാ. അതാ ഒറിജിനല്? ആ, അവിടെ ടീച്ചർ. വളരെ ഉപകാരം ചേട്ടാ. നിനക്ക് സ്ഥലം മനസ്സിലായടാ? സ്ഥലവും മനസ്സിലായി, ആളിന്റെ സ്വഭാവവും മനസ്സിലായി. താൻ വലിയ വക്കാലത്തൊന്നും പറയണ്ട. 10 പൈസ ഞാൻ കൊടുക്കില്ല. അങ്ങനെ വാശി പിടിക്കരുത്. കുറുപ്പ് വാശി പൈസക്കും വേണ്ടി നെട്ടോട്ടും വെട്ടോട്ടും ഓടുന്നുണ്ടില്ലേ? ഒരു പെൺകുട്ടിയുടെ നിക്കാഹിന്റെ കാര്യല്ലേ? ഒന്നുമില്ലെങ്കിൽ തനിക്കിതിന് എന്ത് കമ്മീഷൻ കിട്ടും? പറച്ചോനെ കമ്മീഷനോ? നമ്മൾ അമ്മുക്കുഞ്ഞിന്റെ കാര്യത്തിനോ? തന്നെ എനിക്ക് അറിഞ്ഞുകൂടേടോ. നിർത്ത്. കുറുപ്പ് മാസ്റ്റർ വീടല്ലേ? ഇത് തന്നെയാ. കുഞ്ഞലക്ഷ്മി ടീച്ചറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേ എത്ര കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചെന്ന് നോക്കി. കുറുപ്പ് മാഷല്ലേ? നമ്മള് ഫിയോണാണ്, അന്ത്രു. അല്ല, മനസ്സിലായില്ല. എന്റെ പേര് സുഭദ്ര. ഇതെന്റെ മകളാ രാധിക. BEd പാസ്സായതാ. ഞാൻ മണികണ്ഠൻ, ഈ ഓട്ടോയുടെ ഓണർ കം ഡ്രൈവറാ. ഇവളുടെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി മാഷ ഒന്ന് കാണാൻ. എവിടുന്നാ? വലിയ പോയിക്കില്ലേ? സുധാകർ വർമ്മ അദ്ദേഹത്തിന്റെ? അതെ. ഷോ, അകത്തേക്ക് വരൂ. വരൂ. നീ അവിടെ വന്നാ മതി. വരൂ. അവരൊരു മൂസേട്ട. ചുമ്മാതല്ല, മാഷ് വേറെ കെട്ടിയത്. അതാ മാഷ് വരുന്നത്. എടേ, അത് ശരി. ഈ പാവം പോയിക്കോട്ടെ. ശരിയാക്കി തരാം. ഈ പാവം പോയിക്കോട്ടെ നിന്ന് വണ്ടിയിൽ വന്ന ആരാ? താനാ? ഞാനല്ല, പിന്നെ ഈ ശവപ്പെട്ടിൽ വന്നല്ലോ അവിടെ പോയി. അവരുടെ അകത്തേക്ക് പോയിരിക്കാം. അവരൊന്നും ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. നീ രക്ഷപ്പെടാ. ഇവിടെ വാടാ. നീ ആരാ? ഞാൻ ഈ വണ്ടിയുടെ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലം പറഞ്ഞയച്ച ആരാടാ? അയ്യോ, ആരും പറഞ്ഞയച്ചല്ല. അപ്പൊ നീ സ്വയം തീരുമാനിച്ചറിയതാ. എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള സമയ. അത് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്നെ കൊന്ന നിനക്ക് ജോലി കിട്ടുന്ന ആരാ പറഞ്ഞേ? അതല്ല മാഷെ, ഇനി മേലെ ഞാൻ മാഷെ വണ്ടി ഇടിക്കില്ല. സത്യം. നീ നേർച്ച നേർന്നിട്ട് ഇറങ്ങിയിരിക്കേ. ഇത്ര താനെന്താണോ കുന്തം വഴിക്ക് വന്നിരിക്കുന്നു? ഒന്നങ്ങോട്ട് പിടിച്ച് മാറ്റണം. സത്യം ജീവിച്ചിട്ട് ഞാൻ വിടുള്ളൂ. നീ എന്തിനാ ഇവിടെ പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പ്ലീസ്. മാഷേ, ഇവര് അങ്ങോട്ട് വന്നതാ. നമ്മുടെ പറ്റി പോയിക്കില്ലേ? ഏത് കോയിക്കല ആളാവും ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇവര് മാഷെ കാണാൻ വന്നതാണെന്നേ. എനിക്ക് ആരും കാണണ്ട. ഈ കുട്ടിക്ക് നമ്മുടെ സ്കൂളിലൊരു ജോലി. ഇവന്റെ വണ്ടിയിൽ വന്ന ആർക്കും ഞാൻ ജോലി കൊടുക്കുന്ന പ്രശ്നമല്ലേ? എനിക്ക് വയ്യ. നീ എന്താ ഈ കളി നോക്കിട്ടാ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ നിന്നെ അങ്ങോട്ട് ഒന്നപ്പം തണ്ടാവുക. കുറച്ച് ദിവസം ഞാൻ ജയിലിൽ പോകണം. അപ്പൊ നമുക്ക് നല്ല ഇഷ്ടാ. പോത്തോട് വേറെ നോക്കിയിട്ട് എന്ത് കാര്യമുണ്ട്? കേറി പോത്തുന്നു. നീ ശാന്തി വിടും. നിങ്ങളെ പോത്തല്ലോ. ഇങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വന്നേ, ഞാൻ പറയാം. നീ വേഗം പോയിക്കോ. അയാൾ ആകെ ഭ്രാന്ത് കളിയിരിക്കാം. ചെല്ലു വേഗം. വാ, ഇത് പോത്ത വയ്യ. അമ്മച്ചി വാ. അമ്മച്ചി നിന്നേ, ഒന്ന് പറയട്ടെ.
അമ്മച്ചി കേറ്. ഇതുവരെ ഓടിയാൻ എത്രയാ? അപ്പോ കോഴിക്കലേക്ക് തിരിച്ചു പോണ്ടേ? വേണ്ട, നിന്റെ വണ്ടിയിൽ ഇനി ഞങ്ങളില്ല. അമ്മച്ചി ഒന്നും പറയണ്ട. നിന്റെ വണ്ടി കയറിയ ഒറ്റ കാരണം കൊണ്ടാ എന്റെ കുട്ടിക്ക് ഈ ജോലി കിട്ടാതെ പോയത്. അമ്മേ, മണിയണ്ണനെ എന്തിനാ പറയണേ? എനിക്ക് വിധിയില്ലാന്ന് കൂട്ടിയാ മതി. വിധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിശ്ചയത്തിനും കൊണ്ടാ, ഇവന്റെ നെകളിപ്പുണ്ട്. അയ്യോ അങ്ങനെ പറയരുത് അമ്മച്ചി. രാധിക കുട്ടിക്ക് ഒരു നല്ല കാലം വരണമെന്നാ എന്റെയും പ്രാർത്ഥന. ഒന്നുമില്ലെങ്കിൽ കോഴിക്കല ഉപ്പും ചോറും കുറെ നാൾ ഞാൻ. വേണ്ട വേണ്ട വേണ്ട, നന്ദിയുടെയും കടപ്പാടിന്റെ കാര്യം ഒന്നും ആവർത്തിക്കണ്ട. ഇനി നിന്നെ ആ പഠിപ്പുര മുറ്റത്ത് കണ്ടുപോരുത്. മോളെ വാ, വാ മോളെ, നമുക്ക് വേറെ വണ്ടി പോയി. അയ്യോ അമ്മച്ചി, ഒരു ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്നതിന്റെ വിഷമം നല്ലതുപോലെ അനുഭവിച്ചിട്ടുള്ള ആളാ ഞാനും. ഞാൻ കാരണമാണ് രാധിക കുട്ടിക്ക് ജോലി കിട്ടാതെ പോയതെങ്കിൽ അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ എന്റെയും എന്റെ വണ്ടിയുടെയും പേര് മണികണ്ഠൻ എന്നല്ല. ഇത് സത്യം സത്യം സത്യം. എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ഇനി ഈ വീട്ടുമുറ്റത്ത് കയറാൻ പറ്റുമോ? മാഷിന് വീട്ടുമുറ്റം ഒന്നുമില്ലല്ലോ, രണ്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒക്കെ മനസ്സിലാക്കി തരാം. അമ്മച്ചി കയറ്. മോള് വാ. ഓ മണിയണ്ട, അമ്മച്ചി ഹേ, താലി കെട്ടിട്ടാ? സോറി അയ്യടാ.